സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദനക്കല്ല, അവർക്ക് ഇബാദത്ത് കൊടുക്കാനല്ല, മറിച്ച് എന്തിനാണ്? അവിടെ വെച്ചിട്ടും ഈ പാവപ്പെട്ട മുതഅല്ലിമ സിയാറത്ത് ചെയ്യുമ്പോ ദുആ ചെയ്യുന്ന പ്രാർത്ഥന എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അതേ, ഇത് തന്നെയാണ് പ്രാർത്ഥന, ഇതില് മാറ്റമില്ല. അവരെ അതേ മഹാന്മാരെ മുൻനിർത്തിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. നമ്മൾ ആരും ഒരു മഹാന്മാരെയും ആരാധിക്കാറില്ല എന്ന് മാത്രമല്ല, അവരെ ആദരിക്കാറില്ലാതെ ആരാധന ഇസ്ലാമിൽ ഹറാമാണ്, സുജൂദ് ഹറാമാണ്. അതുകൊണ്ട് തന്നെ ചില മഹാന്മാര് പറഞ്ഞു, നിങ്ങൾ മഖാമുകളിലേക്ക് ചെല്ലുമ്പോ അവിടെ നിങ്ങൾ റുക്കൂയിൽ നിൽക്കുന്നത് പോലെ നിന്ന് അവിടെയുള്ള തുണികൾ ചുംബിച്ചിട്ട് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന്റെ വിധി കറാഹത്താണ്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ കൈയൊഴിക്കേണ്ടതാണ്. അതേ, അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മഖാമുകളിൽ പോകണം. ചിലര് മഖാമുകളിൽ പോയി നേരെ സുജൂദിലാണ്, ഹറാമാണ്. അള്ളാഹുവിനല്ലാതെ ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യുന്നതിന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീന് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അള്ളാഹ്ക്കല്ലാത്ത സർവ്വ സുജൂദും ഹറാമാണ്. ഇത് പഠിപ്പിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു വന്നത്, ഈമാനുള്ള മോമിനീങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം തകർക്കണം എന്ന് തീരുമാനിച്ച, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ച, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ അത് ഇസ്ലാമിന്റെ വേരോടെ നശിപ്പിച്ച് കളയണമെന്ന് ചിന്തിച്ച ആളുകൾ അവരുറച്ച് തീരുമാനിച്ചു, ഈ ദീനിനെ നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല വഴി മുൻഗാമികളെ തള്ളിപ്പറയലാണ്, മുൻഗാമികൾ പേച്ചവരാണെന്ന് പറയലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ഇമാമുന റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തയാള്. എന്നാൽ ഇന്ന് വരുന്ന ഒറ്റപ്പെട്ട ചില ആളുകളോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെക്കാളും വിവരമുള്ള ആളുകള്. നഊദുബില്ല. അതെങ്ങനെ സംഭവിക്കല്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനേക്കാൾ വിവരമുള്ളവരായി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പിഴവ് പറ്റി എന്ന് പറയുന്നതിന് മടിയില്ല. അല്ലാഹുവേ, നീ അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണം റഹ്മാനെ. മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് പറയുന്നവര്, ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുൻഗാമികളായ മഹാന്മാർക്ക് പിഴവ് പറ്റി എന്ന് പറയുന്നവര്, നാം മനസ്സിലായവരോ 2017 വന്ന പുതിയ ഇസ്ലാമിന്റെ ആളുകൾ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പ് പൊട്ടിമുളച്ച ആളുകള്, അവർക്കാണ് അന്ന് ജീവിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ദീനിനെ കുറിച്ച് അറിയുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവരെ കിട്ടുമോ? ആലോചനയുള്ളവരെ കിട്ടുമോ? ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, ഇന്നുണ്ടായ ആളല്ല, അന്ന് നിങ്ങളെ മലപ്പുറം ജില്ലയിലെ ഒരാളായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, പലപ്പോഴും സുന്നത്ത് ജമാഅത്തിനെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഖബറിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ടാണ്. അതുപോലെ മഖാമുകളിൽ നടക്കുന്ന അനാചാരങ്ങളുടെ കാരണത്താലാണ് ഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആങ്ങള അതുപോലെ അത്തരം പ്രവർത്തനങ്ങളെ മാത്രം എടുത്തു പറഞ്ഞ് വിമർശിച്ച് സുന്നത്ത് ജമാഅത്തിനെ വിമർശിക്കുന്ന ഒരാളാണ്. ഞാൻ അയാളോട് പറഞ്ഞു, എന്റെ ബാപ്പയാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഞാൻ കേട്ടത്. ബാപ്പ സുന്നിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏറ്റവും കൂടുതൽ ബാപ്പയാണ് അതേ അത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്. വല്ലാതെ ബാപ്പ അതേ പ്രസംഗിക്കുന്നത് എന്റെ ചെറുപ്പത്തിലേ ഞാൻ കേട്ടിട്ടുണ്ട്. മഖാമുകളിൽ നടക്കുന്ന അതേ ഉറൂസിന്റെ പേരിൽ നടക്കുന്ന ഹറാമായ ആണും പെണ്ണും ഇടകലർന്നുള്ള പരിപാടികൾക്കെതിരെ പാപ്പ പ്രസംഗിക്കുന്നത് ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. കൂട്ടത്തിലൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഉമ്മമാരെ,
സിയാറത്തിന് നിങ്ങൾ തനിയെ പോവുകയാണെങ്കിൽ തന്നെ പോകുമ്പോൾ മറയോടുകൂടെ പോകണം. മമ്പുറം മഖാം പോവുകയാണെങ്കിൽ പാപ്പ അതിൽ പറഞ്ഞ വാക്ക് തന്നെയാ ഞാൻ പറയുന്നത്. മമ്പുറം മക്കാമിൽ പോവുകയാണെങ്കിൽ, CM മക്കാമിൽ പോവുകയാണെങ്കിൽ, അത്തരം തുടങ്ങിയ മടവൂര് ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരെ മക്കാമുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ മറയോടുകൂടെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉചിതം പോകാതിരിക്കലാണ്. നിങ്ങൾക്ക് ഉചിതം പോകാതിരിക്കലാണ്. കാരണം സിയാറത്ത് ചെയ്യുന്നതിന് പുണ്യമുണ്ടെങ്കിലും ഹറാമ് ചെയ്തിട്ടൊരു പുണ്യം നേടുന്നത് വെട്ടിത്തരമാണ്. അതേ ഹറാമ് ചെയ്തിട്ട് അതേ ഒരു കാര്യം അതേ പുണ്യം നേടല് തെറ്റാണ്. ഹറാമ് ചെയ്തിട്ടല്ല ഒരു സുന്നത്ത് ചെയ്യേണ്ടത്. മറിച്ച് മഖാമുകളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ മറയോടുകൂടെ അല്ലാതെ നിങ്ങൾ പോകരുത്. ഇത് പറഞ്ഞിട്ട് ബാപ്പ പറയാണ്, ഒറ്റപ്പെട്ട ചില മഖാമുകളിൽ പോയാൽ അവിടെ കിടക്കുന്ന ഔലിയാക്കള് സിയാറത്തിന് വരുന്ന സ്ത്രീകളെ ഭംഗി കാണാൻ കിടക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ മഖാമുകളിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളെ, അവരെ പൊരുത്തത്തിന് പകരം നിങ്ങൾക്ക് പൊരുത്തക്കേടാണ്. ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത്, ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുട്ടിയായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് അതിന് മഴയുള്ളൂ. സ്കൂളിൽ പോകുന്ന കാലത്ത് തന്നെ പാപ്പന്റെ വാദകളിൽ പലം കേട്ടവനാണ് ഞാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം അനാചാരങ്ങളുമായി സുന്നത്ത് ജമാഅത്തിന് യാതൊരു ബന്ധവുമില്ല. സുന്നത്ത് ജമാഅത്തിന് യാതൊരു ബന്ധവുമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ പറയും, മഹാന്മാരെ മുന്നിട്ട് ചോദിച്ചാൽ റബ്ബ് നമുക്ക് ഉത്തരം തരാനത് നല്ലതാണ്. അതാര് പഠിപ്പിച്ചതാണ്? പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി